അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലം നോക്കിയാലോ. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 729. 729ന്റെ സ്ക്വയർ റൂട്ട് കാണണം. അപ്പൊ സ്ക്വയർ റൂട്ട് കാണാൻ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് എന്താ, 729നെ നമ്മൾ പെയർ ആക്കണം. സോ പെയർ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ഡിജിറ്റ്, വൺസ് ഡിജിറ്റ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം 2 9 നമ്മൾ ഒരു പെയർ ആക്കി, 7 നമ്മൾ ഒരു പെയർ ആക്കി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഡിവൈഡ് ചെയ്യാൻ തുടങ്ങാം. 729 ഇത് രണ്ടും പെയർ ആക്കി, 7 ഒന്നാക്കി. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത് നോക്കണ്ടേ. നമുക്ക് 7ന്റെ മുന്നുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ, പെർഫെക്റ്റ് നമ്പർ നമുക്കറിയാം 4 ആണ് അല്ലെ. 7ന്റെ ശേഷം ഉള്ളത് 9 ആണ്. അപ്പൊ 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്, 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ നോക്കാം 4. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ട്. ആ ലെഫ്റ്റിലുള്ള അത് 7ന്റെ മുന്നുള്ള സ്ക്വയർ നമ്പർ ഏതിന്റെ സ്ക്വയർ ആണ് നോക്കുക, അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ 4ന്റേത് 2ന്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 2 കൊണ്ട് ചെയ്തു. അപ്പൊ തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കുന്നു. സോ 2 into 2 is 4. നമ്മൾ സാധാ നോർമലി ഡിവൈഡ് ചെയ്യുമ്പോ എന്താ, 3 into 2 6 അങ്ങനെയല്ലേ ചെയ്യാ. ഇവിടെ നമുക്ക് കോഷ്യന്റിൽ 3 എഴുതരുത്, ഇവിടെ എന്താണോ ചെയ്തത് അതന്നെ നമ്മൾ മേലെ ചെയ്യാം. ഓക്കെ, നമ്മൾ ആയിരിക്കും 7ന്റെ മുന്നേ 6 ഉണ്ടല്ലോ എന്ന് അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യരുത്. ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. സോ വാട്ട് ഈസ് 7 minus 4? ഇറ്റ് ഈസ് 3. എന്നിട്ട് ഈ 29നെ താഴോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പും ആയി. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, 2നെ നമ്മളെ ഡബിൾ ചെയ്യുക അല്ലെ. 2നെ ഡബിൾ ചെയ്യുമ്പോ എന്ത് കിട്ടും, 4. ഇവിടെ ഒരു ഡാഷ് കൊടുക്കുക. ആ ഡാഷിൽ എഴുതുന്ന നമ്പർ തന്നെ ആയിരിക്കും ഇവിടെയും. ഓക്കെ, അപ്പൊ 41 into 1 ആണ് വരിക അല്ല, നമുക്ക് 329 കിട്ടണം. അപ്പൊ 329 45 into 5 ചെയ്ത് നോക്കാം. 5 into 5 25 2 22. So our answer is 225. ഇവിടെ നമുക്ക് 329 ആണല്ലോ വേണ്ടത്. അപ്പൊ നമുക്ക് 47 into 7 ചെയ്ത് നോക്കാം. സോ 7 into 7 എന്താ, 49. 9 4. So 4 into 7 28. 28 plus 4 32. സോ നമുക്ക് 47 into 7 ആണ് 329. അപ്പൊ ഇവിടെ എഴുതുന്ന നമ്പർ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയും എഴുതണം. സോ ഇവിടെ 7 ഇട്ട് കൊടുക്കുക, അതന്നെ ഇവിടെയും ഇട്ട് കൊടുക്കുക. സോ 7 into 47 is 329. ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, റിമൈൻഡർ 0 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം, റൂട്ട് 729 is equal to what? What's the answer? 27. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ 27 കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ മെത്തേഡ് ചെയ്യുക. ഓക്കെ, then what's the next question? നെക്സ്റ്റ് ക്വസ്റ്റ്യന് 1296 അല്ലെ. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്താ, ഫസ്റ്റ് സ്റ്റേജ് നമ്മള് യൂണിറ്റ് പ്ലേസ് എന്ത് ചെയ്യും, പെയർ ആക്കും. അപ്പൊ 96 ഒരു പെയറ്, 12 ഒരു പെയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. 1296. ഇനി ഏത് നമ്പർ കൊണ്ടാ ഡിവൈഡ് ചെയ്യണ്ടേ നോക്കാന് നമ്മൾ എന്ത് ചെയ്യും, 12. നമ്മൾ ലെഫ്റ്റത്തെ നമ്പർ എടുക്കും. ലെഫ്റ്റത്തെ നമ്പർ ഏതാ, 12. അപ്പൊ 12ന്റെ മുന്നേ ഉള്ളതും ശേഷമുള്ളതും നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് കാണണം. അപ്പൊ മുന്നുള്ളത് നമുക്കറിയാം 9 ആണ്. ദെൻ ഇതിന്റെ ആഫ്റ്റർ ഉള്ളത് 16. 9 എന്ന് പറഞ്ഞാൽ എന്താ, 3 സ്ക്വയർ. 16 എന്ന് പറയുമ്പോ എന്താ, 4 സ്ക്വയർ. അപ്പൊ നമ്മൾ ഇതിനെ ഏത് നമ്പർ കൊണ്ടാ ഡിവൈഡ് ചെയ്യുക, ഈ 9 ഏതിന്റെ സ്ക്വയറാ, 3ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം 3. ഇനി നമ്മൾ എന്ത് നോക്കൂ, ആ സെയിം നമ്പർ തന്നെ നമ്മൾ ആൻസറിന്റെ അവിടെയും എഴുതും. അപ്പൊ 3 into 3 9. എന്നിട്ട് 12 minus 9 ചെയ്യും. സോ വാട്ട് ഈസ് 12 minus 9? ഇറ്റ് ഈസ് 3. എന്നിട്ട് ഈ 96 നെക്സ്റ്റ് പെയർ ബാറിട്ട് നെക്സ്റ്റ് പെയറിനെ നമ്മൾ എന്ത് ചെയ്യും, താഴോട്ട് കൊണ്ടുവരും. സോ ഇറ്റ് ഈസ് 396. ഓക്കെ, ഈ നെക്സ്റ്റ് മെത്തേഡ് എന്താ, നെക്സ്റ്റ് മെത്തേഡ് ഈ 3നെ നമ്മൾ ഡബിൾ ചെയ്യുക. 3നെ ഡബിൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 6. ഇനി ഇവിടെ വേറൊരു നമ്പറും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഡാഷ് ഇട്ട് കൊടുക്കും. അപ്പം 61 into 1 ആണോ, 62 into 2 ആണോ, എന്ത് ചെയ്താലാണ് നമുക്ക് 396 കിട്ടുക നോക്കാം.
ആദ്യം നമുക്ക് 64 into 4 ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഡാഷിൽ കൊടുക്കുന്ന നമ്പർ കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ 4 into 4 16. Then 6 into 4 24. 24 plus 1 25. So it is 256. But നമുക്ക് എന്താ വേണ്ടത്? 396 ആണ്. So 64 into 4 അല്ല. ഇനി നമുക്ക് എന്ത് കൊടുക്കാം? 66 into 6 ചെയ്ത് നോക്കിയാലോ? So 6 into 6 എന്താ? 36. 6 3. Again 6 into 6 is 36. 36 plus 3 is equal to 39. അപ്പൊ നമുക്ക് 396 കിട്ടി. അപ്പം ഈ ഡാഷിന്റെ അവിടെ നമ്മൾ 6 കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഡാഷിൽ എന്താണോ കൊടുത്തത് അത് തന്നെ നമ്മൾ മേലെയും കൊടുക്കുക. ഓക്കെ, സോ 6 into 66 ആണ് 396. അപ്പൊ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പം റൂട്ട് 1296 റൂട്ട് 1296 ഈസ് ഈക്വൽ ടു എന്ത് എന്ന് നമ്മൾ ആൻസർ 36. So our answer is 36. So ഇങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് സ്ക്വയർ റൂട്ട് കാണാം. എന്താ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? പെയർ ആക്കുന്നു. ദെൻ വാട്ട്സ് ദ സെക്കൻഡ് സ്റ്റെപ്പ്? അതിന്റെ മുന്നുള്ള സ്ക്വയർ നമ്പർ കാണുന്നു. ആ സ്ക്വയർ നമ്പർ ഏതിന്റെ സ്ക്വയർ ആണ് നോക്കുക. അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഏതാണോ ഡിവൈഡ് ചെയ്യുന്നത് അതന്നെ നമ്മൾ നമ്മളെ ആൻസറിലും ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് 2 into 2 4 കിട്ടി. പിന്നെ നമ്മൾ അത് സബ്ട്രാക്ട് ചെയ്തു. അത് നമ്മളെ ലാസ്റ്റത്തെ പെയറിനെ നമ്മൾ എന്ത് ചെയ്തു? താഴോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ദെൻ വാട്ട്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്നിട്ട് നമ്മളെ ഈ ഒരു നമ്പർ ആ ഒരു നമ്പറിനെ ഡബിൾ എടുക്കുന്നു. ഡബിൾ എടുത്തിട്ട് ഇവിടെ ഒരു ഡാഷ് കൊടുക്കും. എന്നിട്ട് ഇവിടെ ഈ ഡാഷിൽ നമ്മൾ എന്താണോ എഴുതുന്നത് അത് തന്നെ ആയിരിക്കും നമ്മളെ ആൻസറിൽ കോഷ്യന്റിലും നമ്മൾ എഴുതുക. അപ്പൊ അത് ആ സെയിം നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് കിട്ടണം. ഓക്കെ, അങ്ങനെയാണ് റിമൈൻഡർ 0 കിട്ടുന്നു. അപ്പൊ നമ്മളെ കോഷ്യന്റ് ആയിരിക്കും ഇതിന്റെ സ്ക്വയർ റൂട്ട്. സോ ഇതാണ് ഡിവിഷൻ മെത്തേഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Find the least number that must be subtracted from 5607 so as to get a perfect square. Also find the square root of the perfect square. അപ്പൊ ഇതെന്താ? നമുക്ക് ഡിവിഷൻ മെത്തേഡിൽ ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞ ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 5607. 5607 സബ്ട്രാക്ട് ചെയ്യുന്ന ലീസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്. അതിന്റെ സ്ക്വയർ റൂട്ട്, ആ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് എന്ത് വേണം? കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് ഡിവിഷൻ മെത്തേഡ് തുടങ്ങാം. 5607 അല്ലെ? ഡിവിഷൻ മെത്തേഡ് സിമ്പിൾ ആയില്ലേ? കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അങ്ങനെ സിമ്പിൾ ആയിട്ട് പോകും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ പെയർ ചെയ്യുന്നു. പെയർ ചെയ്തു. ഇനി നമുക്കറിയാം 56ന്റെ മുന്നുള്ളത് ഏതാ? പെർഫെക്റ്റ് സ്ക്വയർ 49 അല്ലേ? ദെൻ ശേഷമുള്ളത് 64. 49 എന്ന് പറഞ്ഞാൽ 7ന്റെ സ്ക്വയർ ആണ്. 64 എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുക 7 കൊണ്ടാണ് അല്ലേ? കാരണം എന്താ? 49 7ന്റെ സ്ക്വയർ ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയും 7 ചെയ്യും. സോ 7 into 7 49. ഓക്കെ, ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. എന്നിട്ട് ഈ 0 7 കൂടെ നമ്മൾ എന്ത് ചെയ്യും? താഴോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ 707. ഓക്കെ, 707 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഈ 7നെ ഡബിൾ ആക്കുന്നു. 7നെ ഡബിൾ ആക്കുക. ദാറ്റ് മീൻസ് 7 into 2 14. ഒരു ഡാഷും കൊടുക്കുന്നു. ഇനി ഈ ഡാഷിൽ കൊടുക്കുന്ന നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ 707 കിട്ടുന്നുണ്ടോ നോക്കാം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനേക്കാളും ചെറിയ നമ്പർ ആയിരിക്കണം. സോ നമുക്ക് 142 into 2 ചെയ്തിട്ട് നോക്കാം. 284 ആണ്. നമുക്ക് 707 ആണ്. അപ്പം നമുക്ക് 145 into 5 ചെയ്ത് നോക്കാം. 25 2 22 2 1 5 5 6 7 725. ബട്ട് 725 ഇതിനേക്കാളും 707 വലുതല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 145 into 4 ചെയ്യാം. ഓക്കെ, 145 into 4 അതിനേക്കാളും ചെറുതല്ലേ കിട്ടേണ്ടത്? യെസ്. അപ്പൊ 5 into 4 20 16 17 18 1 5 580 ഏതാണ്? അപ്പം 144 4 into 144 145 into 4 അല്ലല്ലോ ചെയ്യേണ്ടത്. 144 സെയിം നമ്പർ ആയിരിക്കണ്ടേ? യെസ്.
അപ്പൊ നമുക്ക് 144 into 4 എന്ത് വരും? 4 into 4 16, 4 into 4 16 17, 1 into 4 4 5, 576. അപ്പം 144 into 4 എന്താ? 576. 145 into 5 725 ആണ് അല്ലേ? ഇത് സബ്ട്രാക്ട് ചെയ്യാം. എന്ത് കിട്ടും? 7 minus 6 1, ബാക്കി എവിടെ ഉണ്ടാവും? എന്തുണ്ടാവും? 10. 10 minus 7 3, ഇവിടെ എന്തുണ്ടാവും? 6. 6 ന്ന് 5 പോയാല് 1, 131. ഓക്കെ, അപ്പൊ നമുക്ക് 131 കിട്ടി. ക്ലിയർ? അപ്പം 131 ആണ് എന്ത്? നമുക്ക് റിമൈൻഡർ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 5607. 5607 ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്താലാണ് so as to get a perfect square? നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുക. ഓൾസോ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ നമുക്കറിയാം 5607 131 ആണ് റിമൈൻഡർ കിട്ടിയത്. അത് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാലോ? 5607 minus 131. അപ്പൊ 7 minus 1 6, ഇവിടെ 10 ഉണ്ടാവും. 10 ന്ന് 3 പോയാല് 7, ഇവിടെ 5 ആവും. 5 ന്ന് 1 പോയാൽ 4 5. സോ 5476 ആണ് പറഞ്ഞത്. അപ്പൊ 5476 ആണ് നമ്മളെ ആൻസർ. ഓക്കെ, സോ ഏത് നമ്പർ ആണ്? ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 5607. സോറി, 5607 ഏത് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുക എന്നാണ് ചോദിച്ചത്. 131. 131 5607 സബ്ട്രാക്ട് ചെയ്താൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. ഓൾസോ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ ആ പെർഫെക്റ്റ് സ്ക്വയറിന്റെ എന്ത് കാണണം? സ്ക്വയർ റൂട്ട് കാണണം. അപ്പൊ റൂട്ട് 5476 നമുക്ക് കാണണം. റൂട്ട് 5476 കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. 5476 5476 പേരാക്കുന്നു. പേരാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 54 അല്ലേ? 54ന്റെ നമുക്കറിയാം 7 ആണ് അല്ലേ? 7 into 7 49. അപ്പം റിമൈൻഡർ 5 ഉണ്ടാവും. 7 6 എടുക്കുന്നു. 7 ഡബിൾ ചെയ്യുമ്പോൾ 14, ഇവിടെ ഒരു ഡാഷ് കൊടുക്കുന്നു. സോ 576 കിട്ടണം. അപ്പൊ നമുക്ക് 144 into 4 ചെയ്താല് 4 into 4 16, 16 17 1 5 576. സോ 144 into 4 ആണ് 576. അപ്പൊ ഏതിന്റെ സ്ക്വയർ റൂട്ടാ? 74. നമുക്ക് ഇത് അഗെയിൻ കാണേണ്ട ആവശ്യമില്ല. എന്താണ്? നമുക്ക് ഈ 74 തന്നെയാണ് കിട്ടുക. കാരണം നമ്മൾ എന്താ 5607 നമുക്ക് എന്തായാലും ചെയ്യാൻ കഴിയില്ല, സ്ക്വയർ റൂട്ട് ആവില്ല. കാരണം എന്താ? 131 റിമൈൻഡർ വരുന്നുണ്ട്. അപ്പൊ 5607 131 സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള നമ്പർ ആയിരിക്കും ഈ ഒരു നമ്പറിന്റെ എന്ത്? 74ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അഗെയിൻ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടുത്തെ ക്വസ്റ്റ്യൻ തന്നെ ആണ് എന്ത്? നമ്മുടെ ആൻസർ വരിക. അപ്പൊ ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 5607 സോ ആസ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏതാ ലീസ്റ്റ് നമ്പർ? 131 ആണ്. ഓൾസോ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 5607 131 ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5476 കിട്ടും. 5476ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ എന്താ? 74. Okay, root of 5476 is 74. Okay, then next one, find the greatest 4-digit number which is a perfect square. അപ്പം വലിയ ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ കാണണം. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ, അത് പെർഫെക്റ്റ് സ്ക്വയറും ആയിരിക്കണം. നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ ഏതാ? 9999. ബട്ട് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേന്ന് നോക്കണ്ടേ? ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? നമ്മളോട് എന്താ ചോദിച്ചത്? പെർഫെക്റ്റ് സ്ക്വയർ ഉള്ള വലിയ 4-digit നമ്പർ. നമുക്ക് ആകെ എന്താ അറിയുള്ളൂ? വലിയ 4-digit നമ്പർ 9999 ആണെന്ന് അറിയുള്ളൂ. ഇനി അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് അറിയില്ല. ഇനി അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ ഏതാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഈ 9999 നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് നോക്കാം.
അപ്പൊ അതിൽ റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ 9999 മൈനസ് ആ റിമൈൻഡർ ആയിരിക്കും നമ്മളെ ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്താ? ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പെയർ ആക്കുന്നു. അപ്പം ഇങ്ങനെ പെയറാക്കി ഇനി നമുക്കറിയാം 99 ആണ് അല്ലെ. 99ന് മുന്നുള്ള പെർഫെക്റ്റ് നമ്പർ 81, ശേഷമുള്ളത് 100. 81 എന്ന് പറഞ്ഞാൽ 9ന്റെ സ്ക്വയർ ആണ്, 100 എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ ഏതുകൊണ്ടാ ഡിവൈഡ് ചെയ്യാ? മുന്നുള്ള നമ്പറിന്റെ ഇത് 9 കൊണ്ട്. സോ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇവിടെയും 9 കൊണ്ട് ചെയ്യണം. 9 × 9 എന്താ? 81. ഇനി റിമൈൻഡർ എന്ത് കിട്ടും? 18 അല്ലെ. റിമൈൻഡർ 18 കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ 99നെയും നമ്മൾ താഴോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? 9ന്റെ ഡബിൾ എന്താ? 9 × 2 18 ആണ് 9ന്റെ ഡബിൾ. അപ്പൊ നമ്മള് ഇവിടെ 18 എഴുതുന്നു, ഇവിടെ ഒരു ഡാഷ് ഇടുന്നു. ഇനി 181 × 1 ആണോ 182 × 2 ആണോ? ഡാഷിൽ കൊടുക്കുന്ന നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെ. അപ്പം 185 × 5 ചെയ്തിട്ട് നോക്കാം. 5 × 5 25, 2 8 × 5 40, 40 + 2 2 42 അല്ലെ. 1 × 5 5, 5 + 4 9 925 ആണ്. ബട്ട് നമുക്ക് 1899 ആണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ 189 × 9 ചെയ്താലോ? 9 × 9 1 8 8 × 9 72 72 + 8 0 8 1 × 9 9 9 + 8 1701 അല്ലേ. 1701 അല്ലേ കിട്ടുന്നേ. 9 × 9 81 189 × 9. അപ്പൊ നമുക്ക് 189 × 9 ആണ് നോക്കുന്നത്. 189 × 9 എന്താ? 1701. അപ്പം ഇവിടെ എന്ത് കൊടുക്കുക? 9 കൊടുക്കുക, ഇവിടെ 9 കൊടുക്കുക, 1701. ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. 9 ന്ന് 1 പോയാൽ 8, 9 ഇവിടെ 8 ന്ന് 7 പോയാൽ 1 198 ആണ് എന്ത് കിട്ടുന്നത്? റിമൈൻഡർ കിട്ടുന്നത്. അപ്പൊ 9999 198 സബ്ട്രാക്ട് ചെയ്താല് അതാണ് നമ്മളെ ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, 9999 മൈനസ് 198. 98 പോയാൽ 1 0. Then 9 1 പോയാൽ 8 9 9801. അപ്പൊ 9801 ആണ് നമ്മളെ ഏത് ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. നമ്മൾ ഇത് തുടങ്ങുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു അല്ലെ, ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാണ്? നമ്മൾ ആൻസർ കറക്റ്റ് ആണോ നോക്കാം. യെസ്, 9801 ആണ് ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പറിന് ആദ്യം എഴുതി, അപ്പൊ 9999 കിട്ടി. അതിന് ഡിവൈഡ് ചെയ്തപ്പം 198 ആണ് റിമൈൻഡർ കിട്ടിയത്. അപ്പൊ 9999 198 സബ്ട്രാക്ട് ചെയ്തപ്പോ 9801 കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് 9801 ഈസ് ദ ഗ്രേറ്റസ്റ്റ് 4 digit number which is a perfect square. 9801 is the greatest 4 digit number which is a perfect square. Okay. Then next question, find the number of digits in the square root of each of the following numbers without any calculation. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്? ഇതിന്റെ സ്ക്വയർ റൂട്ടിലുള്ള നമ്പർ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ സ്ക്വയർ റൂട്ട് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിത്തൗട്ട് എനി കാൽക്കുലേഷൻ. കാൽക്കുലേറ്റ് ചെയ്യാതെ എന്ത് ചെയ്യണം? ഇതിന്റെ സ്ക്വയർ റൂട്ടിലുള്ള നമ്പേഴ്സിന്റെ ഡിജിറ്റ്സ് നോക്കണം. അപ്പൊ നമ്മൾ അറിയാം, നമ്മൾ എന്ത് പഠിക്കാം? ഇപ്പം നമ്മൾ n ഈവൻ ആണെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മുടെ ഡിജിറ്റ് ഈവൻ ആണെങ്കിൽ അതിന്റെ നമ്പറിലുള്ളത് n/2 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളെ ഡിജിറ്റ് ഓഡ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് n ഓഡ് ആണെങ്കിൽ നമ്മളെ അതിന്റെ സ്ക്വയർ റൂട്ടിലുള്ള ഡിജിറ്റ്സ് n+1/2 ആയിരിക്കും. അപ്പൊ ഇതൊന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, എന്താണ് നമ്മളെ ഒന്നും കൂടെ പറയാ, n എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഡിജിറ്റ്സ്, നമ്പർ ഓഫ് ഡിജിറ്റ്സ് അത് ഓഡ് ആണെങ്കിൽ
ഓഡ് ആണെങ്കിൽ എന്താണ് n+1/2 ആയിരിക്കും. ആ n ഈവൻ ആണെങ്കിൽ അത് n/2 ആയിരിക്കും. ഏത്? അതിന്റെ സ്ക്വയർ റൂട്ടിന്റെ ഡിജിറ്റ്സ്. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് n = 3 ആണ് അല്ലെ. 3 ഡിജിറ്റ്സ് അല്ലേ ഉള്ളത്? യെസ്, n = 3. അങ്ങനെയാണെങ്കിൽ ഓഡ് ആണെങ്കിൽ നമ്മൾ അതിന്റെ സ്ക്വയർ റൂട്ടിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് കാണാൻ n+1/2 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 3+1/2 which is equal to 4/2 which is equal to 2. അപ്പം ഇതിന്റെ സ്ക്വയർ റൂട്ടിൽ എത്രയുള്ളത്? 2 ഡിജിറ്റ്സ് ആണുള്ളത്. നമുക്കറിയാം 12 അല്ലേ, 12 into 12 അല്ലേ 144. 2 into 2 4, 1 into 2 2, 1 into 2 2, 1 into 1 4 4 1. യെസ്, 12ന്റെ സ്ക്വയർ ആണ് 144. അപ്പോ അതിന്റെ സ്ക്വയർ റൂട്ടിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഉണ്ട്. പക്ഷെ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യേണ്ട, നമ്മളുടെ വിത്തൗട്ട് എനി കാൽക്കുലേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ ഡിജിറ്റ്സ് നോക്കാം. 3 ഡിജിറ്റ് ആണ് അല്ലേ ഉള്ളത്. അപ്പൊ ഡിജിറ്റ് ഓഡ് ആണെങ്കിൽ നമ്മൾ n+1/2 ചെയ്യാം. ഡിജിറ്റ് ഈവൻ ആണെങ്കിൽ n/2 ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഓഡ് ആയതുകൊണ്ട് n+1/2 ചെയ്തു 2. അപ്പൊ 2 ഡിജിറ്റ്സ് ആണ് ഇതിന്റെ സ്ക്വയർ റൂട്ടിനുള്ളത്. ഇനി ഇവിടെ നോക്കാം, ഇവിടെ എന്താ എത്ര ഡിജിറ്റ് ഉള്ളത്? 1 2 3 4 4 ഡിജിറ്റ്സ് ആണ് അല്ലേ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 4/2 which is equal to 2. ഇതിന്റെ സ്ക്വയർ റൂട്ടിന് എത്ര ഉണ്ടാവുക? 2. ഇതിന്റെ സ്ക്വയർ റൂട്ടിന് 2 തന്നെയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ n is equal to, ഇവിടെ n എന്താ? 3 4 5 6. n 6 ആണ്. അപ്പൊ n 6 ഈവൻ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ 6/2 which is equal to 3. ഇതിന്റെ സ്ക്വയർ റൂട്ടിന് എത്ര ഡിജിറ്റ്സ് ഉണ്ടാവുക? 3. അപ്പൊ സിമ്പിൾ അല്ലേ? ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കിയിട്ട് വെക്കുക. നമ്മളെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് നോക്കുക. അത് ഓഡ് ആണെങ്കിൽ n+1/2 ചെയ്യുക, അത് ഈവൻ ആണെങ്കിൽ n/2 ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ടിലുള്ള നമ്പർ ഓഫ് ഡിജിറ്റ്സ് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ? In the next question, find the least number which must be subtracted from the number so as to get a perfect square. Also find the square root of the perfect square so obtained. അപ്പൊ നമുക്ക് തന്നത് 1989 ആണ് അല്ലേ തന്നത്. നമ്മളോട് ലീസ്റ്റ് നമ്പർ കാണാനാണ് പറഞ്ഞത്. which must be subtracted from the number. ഈ ഒരു നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യുന്ന ലീസ്റ്റ് നമ്പർ so as to get a perfect square. Also find the square root of the perfect square obtained. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. 1989 അല്ലേ. ഇത് നമ്മൾ പെയർ ആക്കിയിട്ട് കൊടുക്കുക. പെയർ ആക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? 19ന്റെ മുന്നുള്ള പെർഫെക്റ്റ് സ്ക്വയർ 16 ആണ്. അതെന്ന് പറഞ്ഞാല് 4 സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ 4 into 4 is 16. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. ഇനി 89നെ താഴോട്ട് ഇടുന്നു. 4നെ ഡബിൾ ചെയ്യുമ്പോ എന്താ? 8 8 ഇനി 8 into 8 ഈ ഡാഷിന് എന്താണോ കൊടുക്കുന്നത് അതന്നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് 83 into 3 ചെയ്ത് നോക്കിയാല് 3 into 3 9, 8 into 3 249. നമുക്ക് 389 ആണല്ലേ കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ 84 into 4 ചെയ്താലോ. 4 into 4 16, then 336 അല്ലേ. then 85 into 5 ചെയ്താലോ. അപ്പൊ ഇത് വലുതാണ്. അപ്പൊ നമുക്ക് 84 അപ്പം 84 into 4 336. അപ്പം ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോ 9 6 പോയാ 3, 8 3 പോയാ 5, സോ 53 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാ? 53 ആണ് ഇതിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ടത് അല്ലേ. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ. നമ്മളോട് പറഞ്ഞത് എന്താ? ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദ നമ്പർ. ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്താലാണ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക? നമുക്ക് എന്ത് പറയാ? 1989 minus 53. 53 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോഴാണ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക. 9 3 പോയാൽ 6, 8 5 പോയാൽ 3, then 9 1 അല്ലെ. 1936 ആണ്. ഏതിൻ്റെതാ? 44ൻ്റെത്. അപ്പൊ 44 into 44 1936 ആണോ നോക്കുക. 44 into 44. അപ്പൊ 6, 13,
9 1. യെസ്, കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? റിമൈൻഡർ സബ്ട്രാക്ട് ചെയ്യുക. നമ്മളോട് പറഞ്ഞ ലീസ്റ്റ് നമ്പർ വിച്ച് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദ നമ്പർ സോ ആസ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ ഇതിന് 53 സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് കിട്ടുക. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്താ? ആ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടിയത് 1936 ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 44 ആണ്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഹൂസ് ഏരിയ ഈസ് 441. നമ്മളോട് പറഞ്ഞത് അതിന്റെ ഏരിയ 441 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ് ഓഫ് എ സ്ക്വയർ കാണാൻ നമുക്കറിയാം ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? ഏരിയ സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? അപ്പൊ നമുക്ക് സൈഡ് അറിയില്ല അല്ലെ? സൈഡ് അറിയില്ല, ഏരിയ തന്നെയാണ്. അപ്പൊ നമുക്ക് സൈഡ് കാണാം. സൈഡിനെ നമുക്ക് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പം എക്സ് ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു എന്താ? ഏരിയ എന്താ? 441. അപ്പൊ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 441. എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 441. നമുക്കറിയാം സ്ക്വയർ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ റൂട്ട് ആവും. ഈ റൂട്ട് കാണാനുള്ള പല മെത്തേഡും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് പോവാം, അല്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ അത് യൂസ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഇതന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ 441 നമ്മൾ നോക്കുക. 441 ആദ്യം നമ്മൾ പെയർ ആക്കുന്നു. നമ്മൾ ഇവിടെ ഡിവിഷൻ മെത്തേഡാണ്. ഓക്കെ, അപ്പൊ 4 നോക്കാം. 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? യെസ്. ഏതിന്റെ? 2 into 2 is 4. ഇനി നമ്മൾ 41. 2നെ നമ്മൾ ഡബിൾ ചെയ്യുന്നു. 2നെ ഡബിൾ ചെയ്തു. അപ്പൊ 41 വിട്ടാൻ എന്താ ചെയ്യാ? 41 into 1 അല്ലെ? അപ്പൊ ഇവിടെ 1 ഇട്ട് കൊടുക്കുക. ഇവിടെ 1 into 41 41. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? റൂട്ട് 441 എന്ന് പറഞ്ഞാൽ 21 ആണ്. 21 into 21 ആണ് എന്ത്? 441. ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. കണ്ടോ? 441. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് എന്ത് കിട്ടി? 21 ആണ് എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയറിന്റെ ഒരു സൈഡ്. നമ്മളോട് പറഞ്ഞ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഹൂസ് ഏരിയ തന്നിട്ട് അതിന്റെ സ്ക്വയറിന്റെ സൈഡ് കാണാനായിരുന്നു. അപ്പൊ സൈഡ് എന്ത് കിട്ടി? 21. ദാറ്റ്സ് ദ വാല്യൂ ഓഫ് എക്സ് വിച്ച് ഈസ് 21. അപ്പൊ ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റി? അതിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ പറ്റി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. എന്താണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത്? ഡിവിഷൻ മെത്തേഡ്. അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പും പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുക. സ്ക്വയർ റൂട്ട് കാണാനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഏതാ? ഡിവിഷൻ മെത്തേഡാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിച്ചാൽ ആ ഒരു ട്രിക്ക് മനസ്സിലായാൽ നമുക്ക് എന്താ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിവിഷൻ മെത്തേഡാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിവിഷൻ മെത്തേഡ് തന്നെ ഡെസിമൽ നമ്പേഴ്സിൽ എങ്ങനെ നോക്കാം. ഓക്കെ, ഡെസിമൽ നമ്പേഴ്സിൽ എങ്ങനെ ഡിവിഷൻ മെത്തേഡ് സ്ക്വയർ റൂട്ട് കാണാനല്ലേ? അപ്പം ഡെസിമൽ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ എങ്ങനെയാ നോക്കാം. എന്ത് വെച്ചിട്ട്? ഡിവിഷൻ മെത്തേഡ് തന്നെ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്താ പഠിച്ചത്? ഡിവിഷൻ മെത്തേഡിൽ സ്ക്വയർ റൂട്ട് കാണാം. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമൽ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാം. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പം നമ്മള് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ്. അപ്പൊ ഇതിൽ നമ്മള് സ്ക്വയേഴ്സ് എങ്ങനെ കാണാന്ന് പറഞ്ഞു, സ്ക്വയർ റൂട്ട്സുകൾ എങ്ങനെ കാണാൻ പറഞ്ഞു. സ്ക്വയർ റൂട്ട്സ് ഡിഫറെന്റ് മെത്തേഡ്സിൽ നമ്മൾ പഠിച്ചു. ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് ഡിവിഷൻ മെത്തേഡ്. ഇനി നമ്മൾ എന്താ? സ്ക്വയർ റൂട്ട്സ് ഓഫ് ഡെസിമൽസിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കാണാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സെയിം എന്താണ്? സ്ക്വയർ റൂട്ട്സ് നമ്മൾ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട്സ് കാണാൻ പഠിച്ച സെയിം മെത്തേഡ് തന്നെയാണ്. ബട്ട് പോയിന്റിന് ഡിഫറൻസ് ഉള്ളു. അപ്പൊ ഒരു മെത്തേഡ് പഠിച്ചാൽ മതി, രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ്? കൺസിഡർ റൂട്ട് 17.64. നമുക്ക് 17.64 അതാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ഡെസിമൽ നമ്പർ ഏതാ? 17.64. To find the square root of a decimal number, we put bars on the integral part. Same as previous one. Okay, bars എടുക്കും. That means 17 of the number in the usual manner and places bars on the decimal part, that is 64. On every pair of digits beginning with the first decimal place, proceed as usual. We get നമ്മൾ 64നെയും 17നെയും എന്താക്കി?
പെയർ ആക്കി. വാട്ട് ദ സെക്കൻഡ് സ്റ്റെപ്പ്? സെക്കൻഡ് സ്റ്റെപ്പ് മറ്റേന്റെ പോലെ തന്നെ സിമിലർ മാനറിൽ തന്നെ ലെഫ്റ്റ് മോസ്റ്റ് ബാർ 17 ആണ്. അപ്പൊ 17ന്റെ താഴെയുള്ള സ്ക്വയർ നമ്പർ 16 ആണ്. 16 ഏതിന്റെ സ്ക്വയറാ? 4ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ടേക്ക് ദിസ് നമ്പർ ആസ് ദ ഡിവൈസർ. അപ്പൊ അതിനെ ഡിവൈസർ ആക്കിയിട്ട് എടുത്തു. ആൻഡ് ദ നമ്പർ അണ്ടർ ദ ലെഫ്റ്റ് മോർ ആസ് ഡിവൈഡഡ്. അപ്പൊ 4 × 4 16 സബ്ട്രാക്ട് ചെയ്തു 1 കിട്ടി. ഓക്കെ, ഡിവൈഡ് ആൻഡ് ഗെറ്റ് ദ റിമൈൻഡർ. അപ്പൊ ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ കിട്ടി. ദ റിമൈൻഡർ ഈസ് 1. റിമൈൻഡർ 1 ആണ്. റൈറ്റ് ദ നമ്പർ അണ്ടർ ദ നെക്സ്റ്റ് ബാർ. ഇനി നെക്സ്റ്റ് ബാറിലുള്ളത് നമ്മൾ താഴോട്ട് എഴുതുന്നു. ടു ദ റൈറ്റ് ഓഫ് ദിസ് റിമൈൻഡർ ടു ഗെറ്റ് 164. അപ്പൊ നമുക്ക് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെയാണ്, ഒന്നൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ 64നെ താഴോട്ട് കൊണ്ടുവരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഡബിൾ ദ ഡിവൈസർ. ഇനി നമ്മൾ ഡിവൈസർ ഡബിൾ ചെയ്യുന്നു. അപ്പൊ 4നെ ഡബിൾ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടി. ആൻഡ് എൻറ്റർ ഇറ്റ് വിത്ത് എ ബ്ലാങ്ക് ഓൺ ഇറ്റ്സ് റൈറ്റ്. എന്നിട്ട് ഇവിടെ നമ്മൾ ബ്ലാങ്ക് കൊടുക്കുന്നു. കണ്ടോ, ഇവിടെ നമ്മൾ ബ്ലാങ്ക് കൊടുത്തു. ബ്ലാങ്ക് കൊടുക്കുമ്പോൾ സിൻസ് 64 ഇസ് ദ ഡെസിമൽ പാർട്ട്, നമുക്കറിയാം ഡെസിമൽ പാർട്ട് ഏതാ? 64 ആണ്. സോ പുട്ട് എ ഡെസിമൽ പോയിന്റ് ഇൻ ദ കോഷ്യന്റ്. അപ്പം ഇവിടെ എന്താണ്? 64 ഡെസിമൽ പാർട്ട് ആയതുകൊണ്ട് കോഷ്യന്റിലും ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ആ ഒരു ഡിഫറൻസ് ഉള്ളു, പോയിന്റ് ഇടുന്ന ഡിഫറൻസ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം 82 × 2 ആണ് 164. കണ്ടോ, 82 × 2 is equal to 164. Therefore the new digit is 2. അതുകൊണ്ട് ന്യൂ ഡിജിറ്റ് എന്താ? 2 ആണ്. ഡിവൈഡ് ആൻഡ് ഗെറ്റ് ദ റിമൈൻഡർ. എന്നിട്ട് റിമൈൻഡർ 0 കിട്ടി. അപ്പൊ ഒന്നുമില്ല, സെയിം നമ്മള് നേരത്തെ പഠിച്ച മെത്തേഡ് തന്നെയാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മെത്തേഡ് തന്നെയാണ്. എന്താണ്? നമ്മൾ അടുത്ത പാർട്ട് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. കാരണം 17.64 ആണ്, പോയിന്റ് ഉണ്ട്, ഡെസിമൽ നമ്പർ ആണ്. അപ്പൊ നമ്മളെ കോഷ്യന്റിലും എന്തുണ്ടായിരിക്കും? പോയിന്റ് ഉണ്ടായിരിക്കും, അതൊരു ഡെസിമൽ നമ്പർ ആയിരിക്കും. അപ്പൊ 4.2 ആണ് റൂട്ട് 17.64ന്റെ എന്ത്? സ്ക്വയർ റൂട്ട്. ഓക്കെ, സിൻസ് ദ റിമൈൻഡർ ഈസ് 0, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? റിമൈൻഡർ 0 കിട്ടി. ആൻഡ് നോ ബാർ ലെഫ്റ്റ്. ഇനി ബാറുകളൊന്നും ബാക്കിയില്ല. സോ റൂട്ട് 17.64 ഈസ് 4.2. ഇനി കൺഫ്യൂഷൻ, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ അല്ലേന്ന് ഇങ്ങനെ തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കിട്ടിയ ആൻസറിനെ 4.2 × 4.2 ചെയ്യാം. അപ്പൊ 2 × 2 4, 4 × 2 8, 4 × 2 is 8, 4 × 4 16. അപ്പൊ 4 16 7 1. കണ്ടോ? എന്നിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഏതാ? പോയിന്റിന് ശേഷം 2 നമ്പർ ആണ്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് 2 നമ്പർ സ്റ്റാർട്ട് ചെയ്യും. ലെഫ്റ്റ് എന്നല്ല, നമ്മൾ എന്ത് ചെയ്യും? 2 നമ്പർ മുന്നേ പോയിന്റ് ഇട്ട് കൊടുക്കും. സോ 17.64 അല്ലേ? അപ്പൊ റൂട്ട് 17.64 ആണ് 4.2. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 12.25. സിമ്പിൾ അല്ലേ? നമുക്ക് നമ്മൾ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ടും ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് 12.25നെ നമ്മൾ ബാറുകളാക്കുന്നു. 12.25നെ നമ്മൾ ബാറുകളാക്കുന്നു, പെയേഴ്സ് ആക്കി. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാം 12ന്റെ മുന്നുള്ള പെർഫെക്റ്റ് സ്ക്വയർ 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ഈ സെയിം നമ്പർ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കും. 3 × 3 9. ഇനി ഇവിടെ റിമൈൻഡർ 12 - 9 എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്. എന്നിട്ട് ഈ 25നെയും നമ്മൾ താഴോട്ട് എഴുതുന്നു. ഓക്കെ, എന്നിട്ട് 3നെ നമ്മൾ ഡബിൾ ആക്കുന്നു. 3 × 2 6 ആണ്. ഡബിൾ ആക്കി. എന്നിട്ടൊരു നമ്പർ, നമുക്ക് ആ നമ്പർ അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കണം. ബട്ട് നമ്മൾ പോയിന്റ് ഉണ്ട്, നമുക്കറിയാം 25ന്റെ മുന്നേ പോയിന്റ് ഉണ്ടായത് കൊണ്ട് നമ്മളെ കോഷ്യന്റിൽ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ നോക്കാം 65 × 5 ചെയ്തിട്ട് നോക്കാം. കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 ആണല്ലോ. യെസ്, കറക്റ്റ് 325 കിട്ടുന്നുണ്ട്. സോ 65 × 5 ആണ്. അപ്പൊ ഇവിടെ 5 ആണ്, ഇവിടെയും 5 ആണ്. 65 × 5 is 325 and it leaves remainder 0. So our answer is 3.5. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? 3.5 × 3.5 ചെയ്യാ. അപ്പൊ നമുക്ക് 12.25 കിട്ടുന്നുണ്ടോ നോക്കാം. 3.5 × 3.5 175. അപ്പൊ 5 12 2 1. അപ്പൊ പോയിന്റ് 2 നമ്പറിന്റെ മുന്നേ. സോ 12.25. അപ്പൊ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കാം. ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല, സിമ്പിൾ ആണ്, ഡിവിഷൻ മെത്തേഡ് അല്ലേ. സോ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. ആ ട്രിക്ക് മനസ്സിലായാലും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ സ്ക്വയർ റൂട്ട് ഓഫ് 12.25 ഈസ് 3.5. 3.5 ആണ് എന്തിന്റെ സ്ക്വയർ റൂട്ട്? 12.25ന്റെ.
ക്ലിയർ? അപ്പൊ സെയിം മറ്റേ മെത്തേഡ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഡെസിമൽ പോയിന്റ്, നമ്മൾ ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് പോയിന്റ് ഇടുന്നു എന്നുള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There are 2401 students in a school. ഒരു സ്കൂളിൽ 2401 സ്റ്റുഡൻസ് ഉണ്ട്. PT ടീച്ചർ വാണ്ട്സ് them to stand in rows. PT ടീച്ചർക്ക് എന്ത് ചെയ്യണം? അവരെ റോസിൽ നിർത്തണം. റോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ. ഓക്കെ, റോസിൽ നിർത്തണം. ആൻഡ് കോളംസ്, കോളംസിലും നിർത്തണം. കോളംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, such that the number of rows is equal to number of column. Number of rows ഉം number of columns ഉം എന്താണ്? ഈക്വൽ ആണ്. Find the number of rows. നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താ? number of rows ആണ്. ടോട്ടൽ സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരെയും റോയിലും കോളത്തിലും നിർത്തി. അപ്പൊ നമുക്ക് എന്തെടുക്കാം? എക്സ് ആക്കിയിട്ട് എടുക്കാം. number of rows is equal to x. Then number of columns is equal to x. കാരണം 2x ആക്കി എടുക്കാൻ കാരണം എന്താ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് number of rows is equal to number of column. number of rows ഉം number of columns ഉം എന്താ? ഈക്വൽ ആണ്. അപ്പൊ രണ്ടും നമ്മൾ x ആക്കിയിട്ട് എടുത്തു. ഇനി നമ്മളോട് പറഞ്ഞത് number of rows കാണാനാണ്. ദാറ്റ് മീൻസ് എക്സിന്റെ വാല്യൂ കണ്ടാൽ മതി. എങ്ങനെ? നമുക്കറിയാം number of rows into number of column, x into x. കാരണം എല്ലാരെയും റോയിലും കോളത്തിലും ആക്കി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 2401. സോ എക്സ് ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 2401. ഇത് നമ്പർ ഓഫ് റോസ്, ഇത് നമ്പർ ഓഫ് കോളം. നമ്പർ ഓഫ് റോസും കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2401. എക്സ് ഈസ് ഈക്വൽ ടു, എക്സ് കാണണം, അതല്ലേ നമ്പർ ഓഫ് റോ ചോദിച്ചാലും നമ്പർ ഓഫ് കോളം ചോദിച്ചാലൊക്കെ ഈക്വൽ ആണ്. നമ്മുടെ റോ ആണ് ചോദിച്ചത്, അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടാൽ മതി. കോളം ചോദിച്ചാലും എക്സിന്റെ വാല്യൂ കാണാം. അപ്പം എക്സിന്റെ വാല്യൂ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് ഓഫ് 2401 കാണണം. നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് അറിയാം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് അറിയാം, ഡിവിഷൻ മെത്തേഡ് അറിയാം. അപ്പൊ നമ്മൾ ഏതാണോ സിമ്പിൾ അത് ചെയ്യാം. ഓക്കെ, നമ്മൾ 2401 ഡിവിഷൻ മെത്തേഡ് ചെയ്യാം. ആദ്യം പെയർ ആക്കുന്നു. നെക്സ്റ്റ് എന്താ? 24ന്റെ മുന്നുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 16 അല്ലേ? 16 കഴിഞ്ഞിട്ട് 25 ആണ്, അത് ശേഷമുള്ളത്. അപ്പൊ 16 ഏതിൻ്റെതാ? 4ൻ്റെത്. അപ്പൊ 4 കൊണ്ട് 4 into 4 16. ഇനി അപ്പൊ ഇവിടെ 8 1 18 ഉണ്ടാവും അല്ലെ? ബാലൻസ് അല്ലേ? സോറി, 18 അല്ല, 8. ഓക്കെ, ഇനി നമ്മൾ ഈ 0നെയും 1നെയും താഴോട്ട് കൊണ്ടുവരുന്നു. ദെൻ വാട്ട്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്നിട്ട് നമ്മൾ ഈ 4നെ ഡബിൾ ആക്കുന്നു. 4നെ ഡബിൾ ആക്കുമ്പോ എന്ത് കിട്ടും? 8. ഇനി ഇവിടെ ഡാഷ് കൊടുക്കുക. 81 into 1 ആണോ? അങ്ങനെ ഏതുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സെയിം നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് 801 ആണ് അല്ലേ? നമുക്ക് 89 into 9 ചെയ്താലോ? കാരണം 9 into 9 81 ആണ്. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 1 അല്ലേ? ഓക്കെ, അപ്പം അങ്ങനെ ട്രിക്ക് വെച്ചിട്ട് നോക്കാം. 89 into 9, 9 into 9 81, 8 into 9. യെസ്, 8 into 9 72, 72 plus 8 എന്താ? 73, 74, 75, 76, 77, 78, 79, 80 അല്ലേ? അപ്പൊ 801. അപ്പൊ നമ്മൾ ട്രിക്ക് വെച്ചിട്ട് നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. അപ്പൊ മേ ബി അത് 81 into 1 ആവും. അല്ല, നമുക്കറിയാം ഏതിന്റെയൊക്കെ സ്ക്വയർസ് 1 കൊണ്ട് എൻഡ് ചെയ്യും, ഏതൊക്കെ നമ്പറിന്റെതാ? ഒന്നെങ്കിൽ 9 കൊണ്ട് എൻഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ 1 കൊണ്ട് എൻഡ് ചെയ്യുക. നമ്മൾ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 89. അപ്പൊ 89 9 into 89 ആണ് എന്ത്? 801. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാ? 49. നമ്മളെ നമ്പർ ഓഫ് റോസ് എക്സ് എന്താണ്? 49. ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 49 into 49 ചെയ്യാ. 2401 കിട്ടുണ്ടോ നോക്കാൻ. ഓക്കെ, 49 into 49, 49 into 49 which is equal to 2401. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്പർ ഓഫ് റോസ് എക്സ് ആണ്, എക്സിന്റെ വാല്യൂ എന്താ? 49 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു 49. കോളം എന്താണ്? 49 ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഫോളോയിങ് ഡെസിമൽ നമ്പേഴ്സ്. നമുക്കൊരു നമ്പേഴ്സ് ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്, അതിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ. അപ്പൊ നമുക്കറിയാം 2.56
അല്ലെ? ആദ്യം നമ്മൾ ഗ്രൂപ്പ് ആക്കുന്നു, എന്നിട്ട് നമ്മള് ഡിവിഷൻ മെത്തേഡ് ആണ്. 2 എന്തിനെങ്കിലും സ്ക്വയർ റൂട്ട്, 2ന്റെ മുന്നുള്ളത് ഏതാ? 1 ആണ്. സോ 1 ഇവിടെ എഴുതി. 1 into 1 1, റിമൈൻഡർ 1 5 6 അല്ലെ? ഇനി 1നെ ഡബിൾ ചെയ്യുമ്പം 2 കിട്ടും. ഇനി എന്തോ 2 ഇവിടെ എന്തോ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് 156 കിട്ടുക. നമ്മളിവിടെ പോയിന്റ് ഇട്ട് കൊടുക്കണം അല്ലെ? അപ്പം നമുക്ക് 6 ആണല്ലേ? അപ്പൊ 23 into 3 ചെയ്താലോ? 23 into 3 അല്ല, അപ്പൊ 9 ആണ് കിട്ടുക അല്ലെ? 26 into 6 ചെയ്താല് 36 3 12 13 14 15. യെസ്, കറക്റ്റ് 156 കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ 6 ഇട്ട് കൊടുക്കുക, ഇവിടെ 6 ഇട്ട് കൊടുക്കുക. 6 into 6 ആണ് 156. ഓക്കെ, അപ്പൊ നമുക്ക് 1.6 into 1.6 ചെയ്ത് നോക്കാം. നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, 1.6 into 1.6 256. 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് 2.56. ഓക്കെ, 2.56. സോ നമ്മളിത് ഡിവൈഡ് ചെയ്യാൻ ഡിവിഷൻ മെത്തേഡ് നമുക്ക് ആ ഒരു ട്രിക്ക് മനസ്സിലായ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ഇതല്ലേ? അല്ലെങ്കിൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ഒക്കെ ചെയ്ത് എന്തോ ഒരു പണിയാലേ. 2 ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഈ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ സിമ്പിൾ ആയിട്ട് കിട്ടും. സോ ആൻസർ ഈസ് 1.6. ബട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ട്രിക്ക് മനസ്സിലാക്കണം. എന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ സ്റ്റെപ്പും നന്നായിട്ട് പഠിച്ചാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഈ ഒരു ചാപ്റ്റർ. നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം എന്താ? സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ്. അപ്പൊ ഈ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒരു സ്ക്വയർ നമ്പർ എന്താന്ന് പഠിച്ചു, പെർഫെക്റ്റ് സ്ക്വയർ എന്താന്ന് പഠിച്ചു, സ്ക്വയേഴ്സ് എങ്ങനെ കാണാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് പഠിച്ചു, പ്രോപ്പർട്ടീസ് പഠിച്ചു അല്ലെ? പിന്നെ സ്ക്വയർ റൂട്ട് എന്താണ്? സ്ക്വയർ റൂട്ട്സ് കാണാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് പഠിച്ചു. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ, സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ്. അപ്പം നന്നായിട്ട് മനസ്സിലാക്കി. നമുക്ക് ഈ ഡിവിഷൻ മെത്തേഡ്, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിച്ച കുറച്ച് ടഫ് ഉള്ള ചാപ്റ്റർ ആണ്. ബട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യുമ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് തോന്നും. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം. ഓക്കെ, താങ്ക് യു.